ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് ലൂക്ക 19 അധ്യായമാണ്. സ്നേഹ ഈശോയി, ഈ അധ്യായത്തിൽ ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നത് സക്കേവൂസിനെയാണ്. സക്കേവൂസ് അങ്ങയെ കാണുവാൻ എടുക്കുന്ന പരിശ്രമങ്ങളെ ഞങ്ങൾ കാണുന്നു. അങ്ങയെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ വരുത്തുന്ന പരിവർത്തനങ്ങളെയും ഞങ്ങൾ മനസ്സിലാക്കുന്നു. 10 നാണയത്തിൻ്റെ ഉപമയിലൂടെ അങ്ങ് ഞങ്ങളെ പരിശീലിപ്പിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾ ദൈവരാജ്യ വിസ്തൃതിക്കായിട്ട് ഉപയോഗിക്കണമെന്നും ധാരാളം ആത്മാക്കളെ നേടുവാൻ അധ്വാനിക്കണമെന്നുമാണ്. കർത്താവേ, തുടർന്ന് അങ്ങ് കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു. ദേവാലയത്തിൽ എത്തുമ്പോൾ അവിടെ വ്യാപാരം ചെയ്യുന്ന പ്രാർത്ഥനാലയം അത് കച്ചവട സ്ഥലമാക്കി മാറ്റിയതോർത്ത് അങ്ങ് അവരെയെല്ലാം പുറത്താക്കി അവിടെ വിശുദ്ധീകരിച്ച് വചനം പഠിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തിലും അങ്ങയുടെ വചനം കടന്നു വന്നുകൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ സ്വന്തമാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഒന്നാമത്തെ ചോദ്യം, ലൂക്ക 19 അധ്യായത്തിൻ്റെ 1-ാമത്തെ തലക്കെട്ട്. ഓപ്ഷൻ ഇ 10 നാണയത്തിൻ്റെ ഉപമ, ഓപ്ഷൻ ബി സക്കേവൂസിൻ്റെ ഭവനത്തിൽ, ഓപ്ഷൻ സി ദേവാലയ ശുദ്ധീകരണം. ശരിയുത്തരം ഓപ്ഷൻ ബി സക്കേവൂസിൻ്റെ ഭവനത്തിൽ. രണ്ടാമത്തെ ചോദ്യം, സക്കേവൂസിൻ്റെ സ്വദേശം. ഓപ്ഷൻ എ ജെറുസലേം, ഓപ്ഷൻ ബി ജെറീക്കോ, ഓപ്ഷൻ സി ഗലീലി. ശരിയുത്തരം ഓപ്ഷൻ ബി ജെറീക്കോ. മൂന്നാമത്തെ ചോദ്യം, സക്കേവൂസിനെ കുറിച്ച് ലൂക്ക 19:2 പറയാത്തത്. ഓപ്ഷൻ എ ചുങ്കക്കാരിൽ പ്രധാനൻ, ഓപ്ഷൻ ബി ധനികൻ, ഓപ്ഷൻ സി പൊക്കം കുറവ്. ശരിയുത്തരം ഓപ്ഷൻ സി പൊക്കം കുറവ്. നാലാമത്തെ ചോദ്യം, യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് മുമ്പേ ഓടി ഏത് മരത്തിൽ കയറിയിരുന്നു? ഓപ്ഷൻ ഇ സിക്കമിൻ മരം, ഓപ്ഷൻ ബി അത്തിവൃക്ഷം, ഓപ്ഷൻ സി സിക്കമോർ മരം. ശരിയുത്തരം ഓപ്ഷൻ സി സിക്കമോർ മരം. അഞ്ചാമത്തെ ചോദ്യം, സക്കേവൂസ് എപ്രകാരമാണ് യേശുവിനെ സ്വീകരിച്ചത്? ഓപ്ഷൻ ഇ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ, ഓപ്ഷൻ ബി തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് ആനന്ദത്തോടെ, ഓപ്ഷൻ സി തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സ്നേഹത്തോടെ. ശരിയുത്തരം ഓപ്ഷൻ എ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ. ആറാമത്തെ ചോദ്യം, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അധ്യായം, വാക്യം. ഓപ്ഷൻ ഇ ലൂക്ക 19:4, ഓപ്ഷൻ ബി ലൂക്ക 19:5, ഓപ്ഷൻ സി ലൂക്ക 19:6. ശരിയുത്തരം ഓപ്ഷൻ ബി ലൂക്ക 19:5. ഏഴാമത്തെ ചോദ്യം, അവരെല്ലാവരും പിറുപിറുത്തതെന്ത്? ഓപ്ഷൻ ഇ ഇവൻ പാപിയുടെ വീട്ടിൽ പോകുന്നല്ലോ, ഓപ്ഷൻ ബി ഇവൻ പാപിയുടെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നല്ലോ, ഓപ്ഷൻ സി ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ശരിയുത്തരം ഓപ്ഷൻ സി ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. എട്ടാമത്തെ ചോദ്യം, ലൂക്ക 19:8 സക്കേവൂസ് കർത്താവിനോട് സ്വത്തിൻ്റെ എത്ര ഭാഗമാണ് ദരിദ്രർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത്? ഓപ്ഷൻ ഇ 1/4, ഓപ്ഷൻ ബി 1/3, ഓപ്ഷൻ സി പകുതി. ശരിയുത്തരം ഓപ്ഷൻ സി പകുതി. ഒമ്പതാമത്തെ ചോദ്യം, ലൂക്ക 19:8 സക്കേവൂസ് കർത്താവിനോട് ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ ഇ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4. ശരിയുത്തരം ഓപ്ഷൻ സി 4. പത്താമത്തെ ചോദ്യം, ലൂക്ക 19:9 യേശു സക്കേവൂസിനോട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്ന് പറഞ്ഞതെന്താണ്? ഓപ്ഷൻ ഇ ഇവനും ദൈവത്തിൻ്റെ പുത്രനാണ്, ഓപ്ഷൻ ബി ഇവനും അബ്രഹാത്തിൻ്റെ പുത്രനാണ്, ഓപ്ഷൻ സി ഇവനും യാക്കോബിൻ്റെ പുത്രനാണ്. ശരിയുത്തരം ഓപ്ഷൻ ബി ഇവനും അബ്രഹാത്തിൻ്റെ പുത്രനാണ്. 11ാമത്തെ ചോദ്യം,
നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് ഡാഷ് വന്നിരിക്കുന്നത്. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ദൈവപുത്രൻ, ഓപ്ഷൻ ബി മനുഷ്യപുത്രൻ, ഓപ്ഷൻ സി യേശു. ശരിയുത്തരം ഓപ്ഷൻ ബി മനുഷ്യപുത്രൻ. 12ാമത്തെ ചോദ്യം. ലൂക്ക 19:11 യേശു ജെറുസലേമിന് സമീപത്തായിരുന്നു. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞ ഉപമയേത്? ഓപ്ഷൻ ഇ 10 നാണയത്തിൻ്റെ ഉപമ, ഓപ്ഷൻ ബി കാണാതായ നാണയത്തിൻ്റെ ഉപമ, ഓപ്ഷൻ സി കാണാതായ ആടിൻ്റെ ഉപമ. ശരിയുത്തരം ഓപ്ഷൻ ഇ 10 നാണയത്തിൻ്റെ ഉപമ. 13ാമത്തെ ചോദ്യം. ലൂക്ക 19:12 ഒരു പ്രഭു എന്ത് സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടിയാണ് ദൂരദേശത്തേക്ക് പോയത്? ഓപ്ഷൻ ഇ രാജപദവി, ഓപ്ഷൻ ബി ഉന്നത പദവി, ഓപ്ഷൻ സി സമ്മാനങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ ഇ രാജപദവി. 14ാമത്തെ ചോദ്യം. ലൂക്ക 19:13 ഭൃത്യന്മാരിൽ എത്ര പേരെ വിളിച്ച് എത്ര നാണയം വീതം അവരെ ഏൽപ്പിച്ചു? ഓപ്ഷൻ ഇ 10, ഓപ്ഷൻ ബി 10, 5, ഓപ്ഷൻ സി 3, 10. ശരിയുത്തരം ഓപ്ഷൻ ഇ 10 പേരെ വിളിച്ചു 10 നാണയം വീതം ഏൽപ്പിച്ചു. 15ാമത്തെ ചോദ്യം. ലൂക്ക 19:13 ഭൃത്യന്മാരെ എന്തിനാണ് നാണയം ഏൽപ്പിച്ചത്? ഓപ്ഷൻ ഇ പ്രഭുവിന് പലിശ സഹിതം തിരിച്ചു നൽകാൻ, ഓപ്ഷൻ ബി പ്രഭു തിരിച്ചു വരുന്നതുവരെ സൂക്ഷിക്കാൻ, ഓപ്ഷൻ സി പ്രഭു തിരിച്ചു വരുന്നതുവരെ വ്യാപാരം ചെയ്യാൻ. ശരിയുത്തരം ഓപ്ഷൻ സി പ്രഭു തിരിച്ചു വരുന്നതുവരെ വ്യാപാരം ചെയ്യാൻ. 16ാമത്തെ ചോദ്യം. ലൂക്ക 19:14 ആരാണ് പ്രഭുവിനെ വെറുത്തിരുന്നു എന്ന് പറയുന്നത്? ഓപ്ഷൻ ഇ അവൻ്റെ ദാസന്മാർ, ഓപ്ഷൻ ബി അവൻ്റെ ഭൃത്യന്മാർ, ഓപ്ഷൻ സി അവൻ്റെ പൗരന്മാർ. ശരിയുത്തരം ഓപ്ഷൻ സി അവൻ്റെ പൗരന്മാർ. 17ാമത്തെ ചോദ്യം. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന ഡാഷ് ആയി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു. ഓപ്ഷൻ ഇ നിവേദനവുമായി, ഓപ്ഷൻ ബി ആവശ്യവുമായി, ഓപ്ഷൻ സി കത്തുമായി. ശരിയുത്തരം ഓപ്ഷൻ ഇ നിവേദനവുമായി. 18ാമത്തെ ചോദ്യം. ലൂക്ക 19:15 രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു ആരെ വിളിക്കാനാണ് കൽപ്പിച്ചത്? ഓപ്ഷൻ ഇ താൻ പണം ഏൽപ്പിച്ചിരുന്നവരെ, ഓപ്ഷൻ ബി താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാരെ, ഓപ്ഷൻ സി താൻ പണം ഏൽപ്പിച്ചിരുന്ന ദാസന്മാരെ. ശരിയുത്തരം ഓപ്ഷൻ ബി താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാരെ. 19ാമത്തെ ചോദ്യം. ലൂക്ക 19:15 രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു ഭൃത്യന്മാരെ എന്തിനാണ് വിളിക്കാൻ കൽപ്പിച്ചത്? ഓപ്ഷൻ ഇ കണക്ക് ബോധിപ്പിക്കാൻ, ഓപ്ഷൻ ബി വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്നറിയുന്നതിന്, ഓപ്ഷൻ സി വ്യാപാരം ചെയ്തോ എന്ന് അറിയുന്നതിന്. ശരിയുത്തരം ഓപ്ഷൻ ബി വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന്. 20ാമത്തെ ചോദ്യം. ഒന്നാമനും രണ്ടാമനും എത്ര നാണയം കൂടി നേടി എന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ ഇ 10, 5, ഓപ്ഷൻ ബി 10, 10, ഓപ്ഷൻ സി 5, 5. ശരിയുത്തരം ഓപ്ഷൻ ഇ 10, 5. ഒന്നാമൻ 10 നാണയവും രണ്ടാമൻ 5 നാണയം. 21ാമത്തെ ചോദ്യം. യജമാനൻ നല്ലവനായ ഭൃത്യ എന്ന് പറഞ്ഞത് ആരോടായിരുന്നു? ഓപ്ഷൻ ഇ ഒന്നാമൻ, ഓപ്ഷൻ ബി രണ്ടാമൻ, ഓപ്ഷൻ സി വേറൊരുവൻ. ശരിയുത്തരം ഓപ്ഷൻ ഇ ഒന്നാമൻ. 22ാമത്തെ ചോദ്യം. വേറൊരുവൻ വന്ന് പറഞ്ഞു, യജമാനെ ഞാൻ ഡാഷ് നിന്റെ നാണയം ഇതാ. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ തുണിയിൽ പൊതിഞ്ഞ, ഓപ്ഷൻ ബി സൂക്ഷിച്ചിരുന്ന,
ഓപ്ഷൻ സി തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന. ശരിയുത്തരം ഓപ്ഷൻ സി തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന. 23-ാമത്തെ ചോദ്യം. ലൂക്ക 19:21 നിന്നെ എനിക്ക് ഭയമായിരുന്നു, തുടർന്ന് വേറൊരുവൻ പറയുന്നതിൽ രണ്ടാമത്തേത്. ഓപ്ഷൻ എ കർക്കശൻ, ഓപ്ഷൻ ബി വിതയ്ക്കാത്തത് കൊയ്യുന്നവൻ, ഓപ്ഷൻ സി വയ്ക്കാത്തത് എടുക്കുന്നവൻ. ശരിയുത്തരം ഓപ്ഷൻ സി വയ്ക്കാത്തത് എടുക്കുന്നവൻ. 24-ാമത്തെ ചോദ്യം. ലൂക്ക 19:22 വേറൊരുവനെ യജമാനൻ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? ഓപ്ഷൻ എ നീച, ഓപ്ഷൻ ബി ദുഷ്ട, ഓപ്ഷൻ സി ദുഷ്ടഭൃത്യ. ശരിയുത്തരം ഓപ്ഷൻ സി ദുഷ്ടഭൃത്യ. 25-ാമത്തെ ചോദ്യം. ലൂക്ക 19:23 എത്ര ചോദ്യങ്ങളാണുള്ളത്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3. ശരിയുത്തരം ഓപ്ഷൻ ബി 2. 26-ാമത്തെ ചോദ്യം. ലൂക്ക 19:24 പ്രഭു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? അവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. ഓപ്ഷൻ എ ഭൃത്യന്മാരോട്, ഓപ്ഷൻ ബി ദാസന്മാരോട്, ഓപ്ഷൻ സി ചുറ്റും നിന്നിരുന്നവരോട്. ശരിയുത്തരം ഓപ്ഷൻ സി ചുറ്റും നിന്നിരുന്നവരോട്. 27-ാമത്തെ ചോദ്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അധ്യായം, വാക്യം. ഓപ്ഷൻ എ ലൂക്ക 19:24, ഓപ്ഷൻ ബി ലൂക്ക 19:25, ഓപ്ഷൻ സി ലൂക്ക 19:26. ശരിയുത്തരം ഓപ്ഷൻ സി ലൂക്ക 19:26. 28-ാമത്തെ ചോദ്യം. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് ഡാഷ് പൂരിപ്പിക്കുക. ഓപ്ഷൻ എ കൊന്നുകളയുവൻ, ഓപ്ഷൻ ബി നശിപ്പിക്കുവൻ, ഓപ്ഷൻ സി ശിക്ഷിക്കുവൻ. ശരിയുത്തരം ഓപ്ഷൻ എ കൊന്നുകളയുവൻ. 29-ാമത്തെ ചോദ്യം. ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്ന യേശു ഏത് സ്ഥലങ്ങളെ സമീപിച്ചപ്പോഴാണ് 2 ശിഷ്യന്മാരെ അയച്ചത്? ഓപ്ഷൻ എ ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഫഗെ, ഓപ്ഷൻ ബി ഒലിവുമലയ്ക്കരികെയുള്ള ബഥാനിയ, ഓപ്ഷൻ സി ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഫഗെ ബഥാനിയ. ശരിയുത്തരം ഓപ്ഷൻ സി ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഫഗെ ബഥാനിയ. 30-ാമത്തെ ചോദ്യം. ലൂക്ക 19:24 യേശു അഴിച്ചുകൊണ്ടുവരാൻ പറയുന്ന കഴുതക്കുട്ടിയുടെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ എ കാണാൻ അഴകുള്ളത്, ഓപ്ഷൻ ബി കരുത്തനായത്, ഓപ്ഷൻ സി ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത. ശരിയുത്തരം ഓപ്ഷൻ സി ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത. 31-ാമത്തെ ചോദ്യം. ലൂക്ക 19:31 നിങ്ങൾ അതിനെ അഴിക്കുന്നതെന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയാനാണ് യേശു ശിഷ്യരോട് ആവശ്യപ്പെടുന്നത്? ഓപ്ഷൻ എ കർത്താവിന് ആവശ്യമുണ്ട്, ഓപ്ഷൻ ബി കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്, ഓപ്ഷൻ സി കർത്താവിന് അതിനെ ആവശ്യമുണ്ട്. ശരിയുത്തരം ഓപ്ഷൻ ബി കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. 32-ാമത്തെ ചോദ്യം. ഡാഷ് പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു പൂരിപ്പിക്കുക. ഓപ്ഷൻ എ അയക്കപ്പെട്ടവർ, ഓപ്ഷൻ ബി ശിഷ്യന്മാർ, ഓപ്ഷൻ സി 2 ശിഷ്യന്മാർ. ശരിയുത്തരം ഓപ്ഷൻ എ അയക്കപ്പെട്ടവർ. 33-ാമത്തെ ചോദ്യം. ലൂക്ക 19:33 കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ ആരാണ് അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചത്? ഓപ്ഷൻ എ ചുറ്റുമുള്ളവർ, ഓപ്ഷൻ ബി ഭൃത്യന്മാർ, ഓപ്ഷൻ സി അതിൻ്റെ ഉടമസ്ഥർ. ശരിയുത്തരം ഓപ്ഷൻ സി അതിൻ്റെ ഉടമസ്ഥർ. 34-ാമത്തെ ചോദ്യം.
ലൂക്ക 19 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4. ശരിയുത്തരം ഓപ്ഷൻ എ 2. 35-ാമത്തെ ചോദ്യം, തങ്ങളുടെ വസ്ത്രങ്ങൾ എവിടെ വിരിച്ചു എന്നാണ് ലൂക്ക 19:36 പറയുന്നത്? ഓപ്ഷൻ എ കഴുതക്കുട്ടിയുടെ പുറത്ത്, ഓപ്ഷൻ ബി വഴിയിൽ, ഓപ്ഷൻ സി നിലത്ത്. ശരിയുത്തരം ഓപ്ഷൻ ബി വഴിയിൽ. 36-ാമത്തെ ചോദ്യം, എവിടെ എത്തിയപ്പോഴാണ് ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? ഓപ്ഷൻ എ ജെറുസലേമിന് സമീപം, ഓപ്ഷൻ ബി ബഥാനിയയ്ക്ക് സമീപം, ഓപ്ഷൻ സി ഒലിവുമലയുടെ ചരിവിന് സമീപം. ശരിയുത്തരം ഓപ്ഷൻ സി ഒലിവുമലയുടെ ചരിവിന് സമീപം. 37-ാമത്തെ ചോദ്യം, ലൂക്ക 19:38 ശിഷ്യന്മാർ ആർത്ത് വിളിച്ചതിൽ രണ്ടാമതായി പറയുന്നത് ഏത്? ഓപ്ഷൻ എ കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, ഓപ്ഷൻ ബി അത്യുന്നതങ്ങളിൽ മഹത്വം, ഓപ്ഷൻ സി സ്വർഗത്തിൽ സമാധാനം. ശരിയുത്തരം ഓപ്ഷൻ സി സ്വർഗത്തിൽ സമാധാനം. 38-ാമത്തെ ചോദ്യം, ലൂക്ക 19:39 ആരാണ് യേശുവിനോട് ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്നാവശ്യപ്പെട്ടത്? ഓപ്ഷൻ എ ചില ഫരിസേയർ, ഓപ്ഷൻ ബി ചില നിയമജ്ഞർ, ഓപ്ഷൻ സി ചില പുരോഹിതർ. ശരിയുത്തരം ഓപ്ഷൻ എ ചില ഫരിസേയർ. 39-ാമത്തെ ചോദ്യം, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അധ്യായം വാക്യം. ഓപ്ഷൻ എ ലൂക്ക 19:38, ഓപ്ഷൻ ബി ലൂക്ക 19:39, ഓപ്ഷൻ സി ലൂക്ക 19:40. ശരിയുത്തരം ഓപ്ഷൻ സി ലൂക്ക 19:40. 40-ാമത്തെ ചോദ്യം, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ യേശു എന്തിനെക്കുറിച്ചാണ് ഇപ്രകാരം വിലപിച്ചത്? ഓപ്ഷൻ എ ജെറിക്കോയെക്കുറിച്ച്, ഓപ്ഷൻ ബി ജെറുസലേമിനെക്കുറിച്ച്, ഓപ്ഷൻ സി പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച്. ശരിയുത്തരം ഓപ്ഷൻ സി പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച്. 41-ാമത്തെ ചോദ്യം, സന്ദർശന ദിനം അറിയാത്തതുകൊണ്ട് വന്ന് ഭവിക്കുമെന്ന് യേശു പറയുന്ന ദുരിതങ്ങളിൽ അവസാനത്തേത്? ഓപ്ഷൻ എ നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കും, ഓപ്ഷൻ ബി നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കും, ഓപ്ഷൻ സി എല്ലാ ഭാഗത്തും നിന്ന് നിന്നെ ഞെരുക്കും. ശരിയുത്തരം ഓപ്ഷൻ ബി നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കും. 42-ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് പുരോഹിത പ്രമുഖന്മാർക്കും നിയമജ്ഞർക്കും ജനപ്രമാണികൾക്കും യേശുവിനെ കൊല്ലാൻ സാധിക്കാതിരുന്നത്? ഓപ്ഷൻ എ ജനങ്ങളെ ഭയന്ന്, ഓപ്ഷൻ ബി യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നതിനാൽ, ഓപ്ഷൻ സി ജനങ്ങൾ യേശുവിനെ വിട്ടുപോകാതെ നിന്നതിനാൽ. ശരിയുത്തരം ഓപ്ഷൻ സി ജനങ്ങൾ യേശുവിനെ വിട്ടുപോകാതെ നിന്നതിനാൽ. 43-ാമത്തെ ചോദ്യം, യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് ആരെയാണ് അവിടെ നിന്ന് പുറത്താക്കാൻ തുടങ്ങിയത്? ഓപ്ഷൻ എ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ, ഓപ്ഷൻ ബി നാണയമാറ്റക്കാരെ, ഓപ്ഷൻ സി വ്യാപാരികളെ. ശരിയുത്തരം ഓപ്ഷൻ എ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ. 44-ാമത്തെ ചോദ്യം, 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ലൂക്ക 19:8 സമാനവാക്യം. ഓപ്ഷൻ എ പുറപ്പാട് 22:1, ഓപ്ഷൻ ബി നിയമാവർത്തനം 5:16, ഓപ്ഷൻ സി യെശയ്യാ 56:7. ശരിയുത്തരം ഓപ്ഷൻ എ പുറപ്പാട് 22:1. 45-ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. ലൂക്ക 19:38 സമാനവാക്യം. ഓപ്ഷൻ എ യെശയ്യാ 56:7, ഓപ്ഷൻ ബി നിയമാവർത്തനം 5:16,
ഓപ്ഷൻ സി സങ്കീർത്തനം 118:26. ശരി ഉത്തരം ഓപ്ഷൻ സി സങ്കീർത്തനം 118:26. 46-ാമത്തെ ചോദ്യം. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ലൂക്ക 19:46 സമാനവാക്യം. ഓപ്ഷൻ എ യെശയ്യ 56:7. ഓപ്ഷൻ ബി നിയമാവർത്തനം 5:16. ഓപ്ഷൻ സി സങ്കീർത്തനം 118:26. ശരി ഉത്തരം ഓപ്ഷൻ എ യെശയ്യ 56:7. താങ്ക് യു.